ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറേ കമന്റുകൾ വായിക്കുകയാണ് കേട്ടോ. അതിനകത്ത് ഞാൻ നോക്കിയ കമന്റുകളെല്ലാം ഞാൻ ഓൾറെഡി പല പ്രാവശ്യം ഇട്ടിട്ടുള്ള വീഡിയോകൾ ആണ് കേട്ടോ. ഈ കമന്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോകളാണ്. അത് തന്നെയാണ് പലരും വീണ്ടും 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 കമന്റ് ചെയ്യുന്നത്. അപ്പം ഒന്ന് രണ്ട് കമന്റ് ഒക്കെ വായിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പറയാമേ. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് രാവിലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു നോട്ട്സിനെ കുറിച്ച് ഫേസ്ബുക്കിൽ നോട്ട്സ് എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എങ്കിൽ പോലും അതിനകത്ത് ഒന്ന് രണ്ട് കമന്റ് വന്നേക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഞാൻ പറയാൻ മറന്നുപോയി, ഇതിനകത്ത് നിന്ന് ഏണിങ്സ് കിട്ടുമോ എന്നുള്ളത്. ഇതിനകത്ത് നിന്ന് ഏണിങ്സ് ഒന്നും നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ഇത് ജസ്റ്റ് നമ്മുടെ സ്റ്റാറ്റസ് പോലെയാണ്. 24 hours കഴിയുമ്പോൾ അത് എക്സ്പയർ ആയി പോകും. അതുപോലെ തന്നെയാ ഇതൊരു 24 hours നിൽക്കത്തുള്ളൂ. അടുത്ത 24 hours ആകുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഇടാം. 3-4 കമന്റ് മാത്രമേ ഞാൻ വായിച്ച് പറയത്തുള്ളൂ. പാൻ കാർഡ് നമ്പർ മസ്റ്റ് ആണോ എന്ന് ചോദിക്കാം. ഐഷൂസ് എന്ന് പറയുന്ന ചാനലിൽ ഇത് ചോദിക്കുന്നുണ്ട് കേട്ടോ. പാൻ കാർഡ് നമ്പർ മസ്റ്റ് ആണ്. അതാണ് നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ. അത് നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്. നമ്മൾ ആയിരിക്കുന്ന കൺട്രി ഏതാണോ അവിടെ ഉള്ള നമ്മുടെ ടാക്സ് അയക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു പാൻ കാർഡ് കൊടുത്താൽ പറ്റുന്നത് നമ്മുടെ അക്കൗണ്ടിനകത്ത് നമ്മുടെ പേരിൽ, നമ്മൾ ഏത് പേരിലാണ് അക്കൗണ്ട് കൊടുത്തിരിക്കുന്നത് ആ പേരിലുള്ള ആളുടെ പാൻ കാർഡ് തന്നെ കൊടുക്കണം കേട്ടോ. അടുത്തതായിട്ട് പേയ്മെന്റ് ഫെയിൽ ആകുന്നു 3 times $1000 ഉണ്ട്. വയലേഷൻ ഒന്നുമില്ല. ബാങ്ക് അക്കൗണ്ട് ഓക്കെയാണ്. അതിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ടാക്സ് ഇൻഫർമേഷൻ എല്ലാം അപ്ഡേറ്റഡ് ആണ്. പക്ഷേ പ്രോസസ്സിങ് കാണിക്കും ഫെയിൽഡ് ആകും. ബാങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിക്കുന്നത്. പ്രവാസി പാരഡൈസ് എന്ന് പറയുന്ന ചാനലിൽ നിന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഞാൻ ഈ ഫേസ്ബുക്കിന്റെ പൈസ എങ്ങനെയാ എന്തുകൊണ്ടാണ് ഹോൾഡ് ആകുന്നത് എന്നുള്ളതിന്റെ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറയുന്നതിനേക്കാൾ അപ്പുറം വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും അറിയില്ല. ഞാൻ പോസിബിൾ ആയിട്ടുള്ള ഇന്ന കാര്യങ്ങളും കൊണ്ട് ഇങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറേ പോയിന്റുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. നമ്മുടെ ഫേസ്ബുക്കിലെ പേയ്മെന്റ് ഇങ്ങനെ ഹോൾഡ് ആക്ച്വലി ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടേതായ അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലേക്ക് വരുന്നതോ അല്ലെ അവിടെ നിന്ന് അയച്ചു കഴിയുമ്പം വരുന്ന വഴിക്ക് എന്തെങ്കിലും ഇഷ്യൂസ്, ടെക്നിക്കൽ എറർ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമാണ് ശരിക്കും മെയിനായിട്ട് മോസ്റ്റ്ലി ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അതൊരു 4-5 ദിവസത്തിനുള്ള, അതായത് ഒരാഴ്ചക്കകം 7 ദിവസം അവർ മാക്സിമം പറഞ്ഞാൽ 7 ദിവസത്തിനകം ഇതെല്ലാം പ്രോബ്ലം സോൾവ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണ്ട. ആ ഒരു സമയം അവർ ജസ്റ്റ് ഹോൾഡിലേക്ക് ഇട്ടേക്കാണ്. ഈ മണി എങ്ങും പോകാതിരിക്കാൻ വേണ്ടി, നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ എടുക്കാതെ ഇരിക്കാൻ വേണ്ടി എന്തെങ്കിലും അവർക്ക് അവരുടേതായ എന്തെങ്കിലും ഒരു ഇഷ്യൂ എന്ന് തോന്നിയാൽ മാത്രം അവർ ഹോൾഡ് ചെയ്യും. മോസ്റ്റ്ലി അതാണ് അവർ 90% ഫേസ്ബുക്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ടാണ്. പിന്നുള്ള റീസൺസ്, മെയിനായിട്ടുള്ള റീസൺസ് ഞാൻ പറയാം. അത് വളരെ ചുരുക്കം ആൾക്കാരിലേ ഉള്ളൂ. ഓണർഷിപ്പ് ക്ലെയിം എന്ന് പറയുന്നത് നമ്മൾ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ചിലപ്പം അന്നേരം ആയിരിക്കത്തില്ല ഇതിൻ്റെ കോപ്പിറൈറ്റ് വന്നത്. കുറേ നാൾ മുന്നേ ഇട്ട വീഡിയോയിൽ നമുക്ക് ഈ റീസൺലി റീച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ പൈസ ആയിരിക്കും. അപ്പോൾ ആ പൈസയുടെ എമൗണ്ട് ആ എമൗണ്ട് ചിലപ്പം കോപ്പിറൈറ്റ് ചെയ്തേക്കുന്ന ആള് ക്ലെയിം ചെയ്ത് അങ്ങനെ ഹോൾഡ് ചെയ്യിപ്പിച്ച് വെച്ചേക്കായിരിക്കും. എൻ്റെ സംഭവം, എൻ്റെ വീഡിയോ ഇത്രയും നാൾ ഓടി എന്നിട്ട് അവരുടെ അതിനകത്ത് കിട്ടി, അവരുടെ പൈസ കിട്ടി, അവർക്ക് കിട്ടുന്നത്. അതായത് മെയിനായിട്ടുള്ള ഓണർഷിപ്പ് ആരാണോ ആ പുള്ളി ഹോൾഡ് ചെയ്ത് അവർക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഫേസ്ബുക്കിന് കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ അങ്ങനെ നമ്മളുടെ ഏണിങ്സ് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തായിട്ട് കോപ്പിറൈറ്റ് ക്ലെയിം ഒക്കെ റിസോൾവ് ആകാതിരിക്കുന്ന കേസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. ഓണർഷിപ്പ് കംപ്ലൈൻറ്റ് ചെയ്താൽ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം റിസോൾവ് ആകാത്ത സാഹചര്യത്തിലൊക്കെയാണ് സാധാരണ അത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഏണിങ്സ്. പിന്നെ അടുത്തായിട്ട് ഫേസ്ബുക്കിന്റെ പോളിസി വയലേറ്റ് ചെയ്താൽ പിന്നെ അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് നിരക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഫേസ്ബുക്ക് ചിലപ്പം ഹോൾഡ് ചെയ്ത് വെക്കാനുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു ക്ലെയിം ആണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ വലിയൊരു കുഴപ്പം വരുന്നില്ല. പക്ഷേ ഇങ്ങനെ അവർ നോട്ടീസ് ചെയ്യാതെ നിങ്ങളുടെ വീഡിയോ കുറേ പ്രാവശ്യം ഓടി നിങ്ങൾക്ക് കുറേ ഏണിങ്സ് കിട്ടി. ആ ഏണിങ്സ് കിട്ടുന്ന നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്കിപ്പോൾ ഒരു $1000 $2000 ഫോർ എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ. $1000 എന്ന് പറഞ്ഞാലൊന്നും അത് പെട്ടെന്ന് അവർ നോക്കത്തൊന്നുമില്ല. പക്ഷെ ഒരു നല്ല ഹ്യൂജ് എമൗണ്ട് നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അവർ എപ്പോഴാണേലും ചെക്ക് ചെയ്യും, സിസ്റ്റം ചെക്ക് ചെയ്യും. ഇത് എവിടെ നിന്നാണ് ഇവർക്ക് ഇങ്ങനെ ഏണിങ്സ് കിട്ടിയത്, ഏത് സോഴ്സിൽ നിന്നാണ് വന്നല്ലേ, ഏത് വീഡിയോയിൽ നിന്നാണെന്ന് നോക്കിയിട്ട് ആ വീഡിയോ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് എന്തെങ്കിലും വയലേറ്റ് ചെയ്യുന്നതാണോ എന്നുണ്ടെങ്കിൽ
ആ എമൗണ്ട് ഫേസ്ബുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഫേസ്ബുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ ഉള്ള കാര്യം ഫോർ അവർ സെക്യൂരിറ്റി, നമ്മുടെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇൻഫർമേഷൻ, നമ്മൾ കൊടുത്തേക്കുന്ന ഇൻഫർമേഷൻ എല്ലാം കറക്റ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്ക് ഏണിങ്സ് ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇത് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് മേടിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ്. ഇപ്പോൾ ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുടെ പെട്ടെന്ന് ഇടയ്ക്ക് ഹോൾഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ആദ്യം നമുക്ക് ഒരു പൈസ നമുക്ക് കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ആ ഒരു ഫ്ലോയിലിങ് പോകുന്നുള്ളൂ. ഇടയ്ക്ക് നമുക്ക് ടാക്സ് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറയുമ്പോൾ നമ്മുടെ പാൻ കാർഡ് നമ്പർ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതല്ലാതെ ആദ്യമായിട്ട് ഏണിങ്സ് കിട്ടുന്നതിന് മുന്നേ അവർ മുഴുവൻ ചെക്ക് ചെയ്യും. ഈ സെക്യൂരിറ്റി മീൻസ് ഫേസ്ബുക്കിന്റെ സെക്യൂരിറ്റി മുഴുവൻ അവർ ചെക്ക് ചെയ്യും. ഇവർക്ക് കൊടുക്കുന്ന പ്രോപ്പർ ആയിട്ടുള്ള ആൾക്ക് തന്നെയാണോ, ഇവരുടെ അക്കൗണ്ട് കറക്റ്റ് ആണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് എന്തെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ മിസ്മാച്ച് ആയിട്ട് കണ്ടാൽ അല്ലെ നമ്മുടെ അക്കൗണ്ട് അത്ര സെക്യൂർ അല്ല എന്ന് തോന്നുവാണെങ്കിൽ അവിടെ ഫേസ്ബുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള സാധ്യത. അടുത്തതായിട്ട് പോസ്റ്റിംഗ് ബാൻഡ് കണ്ടന്റ്, ബാൻ ചെയ്തേക്കുന്ന കണ്ടന്റ്, അത് ഫേസ്ബുക്കിൽ ഇന്ന കണ്ടന്റുകൾ ബാൻഡ് ആണ് എന്ന് പറഞ്ഞു അവരുടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഇന്ന പോസ്റ്റുകൾ ഇടാം, ഇന്ന പോസ്റ്റുകൾ ഇടാൻ പാടില്ല. അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബാൻ ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ബാൻ ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ ഇട്ടിട്ട് നമുക്ക് ഏണിങ്സ് കിട്ടിയിട്ടുള്ളത് അവർ പിന്നെ നോട്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് നമ്മുടെ ഏണിങ്സ് അവർ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് സ്പാം മെസ്സേജുകൾ. സ്പാം മെസ്സേജുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫേക്ക് ആയിട്ടുള്ള മെസ്സേജ്. നമുക്ക് സ്പാം, അത് ഏതെങ്കിലും ഒരു മെസ്സേജ് വരുമ്പോൾ അത് സ്പാം എന്ന് പറയുന്നത് എന്താണ്? സ്പാം എന്ന് പറഞ്ഞാൽ മീൻസ് വേറൊരാള് മീൻസ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കുക. അതായത് നിങ്ങളുടെ ബാങ്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത്, നിങ്ങളുടെ ബാങ്കിൽ ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു വ്യക്തി ആക്ച്വലി അവിടെ ഉണ്ട്. പക്ഷേ പുള്ളി സ്പാം ആയിട്ടാണ് നമുക്ക് അയക്കുന്നത്. പുള്ളിയുടെ യഥാർത്ഥ ആളായിട്ടല്ല, വേറെ ഒരാളായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അയക്കുകയാണ്. അപ്പം ഈ സ്പാം മെസ്സേജുകൾ സെൻഡ് ചെയ്യുക. മെസ്സേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾക്ക് ഹായ് ഹോയെ പറയുന്ന ആ ഒരു മെസ്സേജ് അല്ല ഉദ്ദേശിക്കുന്നത്. ഫേസ്ബുക്ക് വഴി എന്തെങ്കിലുമൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിട്ടുള്ള മെസ്സേജുകൾ ഇടുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വീഡിയോസ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ ഫേസ്ബുക്കിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. ദാറ്റ് മീൻസ് അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ ആൾക്കാരെ കൂട്ടിയിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിന് എൻഗേജ്മെന്റ് വരുത്തുക. അതായത് നമ്മൾ നമ്മുടെ ആൾക്കാരോടൊക്കെ പറയുക, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ഇരുന്ന് കാണണം, അതിനകത്ത് ആഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം, ആഡ് ക്ലിക്ക് ചെയ്ത് കാണണം. കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് നമ്മുടെ ഫേസ്ബുക്കിലെ ആഡ് കാണിപ്പിക്കുക. നമ്മുടെ വീഡിയോ കാണാതെ വീണ്ടും നെക്സ്റ്റ് വീഡിയോ എടുക്കുക, അതിൻ്റെ ആഡ് കാണുക. അങ്ങനെ ഒരു ജെന്യുവനായിട്ടുള്ള ഒരു വ്യക്തി ഇരുന്ന് നമ്മളുടെ വീഡിയോ കാണുന്നതല്ലാതെ നമ്മളുടെ ആൾക്കാരെ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ കാണിക്കുക. നമ്മുടെ വൈഫൈന്ന് നമ്മളിരുന്ന് വീഡിയോ കാണുക, നമ്മുടെ ഫോൺ ലോഗിൻ ചെയ്തേക്കുന്ന അക്കൗണ്ടിൽ നമ്മുടെ വീഡിയോ ഇരുന്ന് കാണുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെല്ലാം ഈ സെയിം സംഭവമാണ് വരുന്നത്. അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ ഏണിങ്സ് ആണെങ്കിൽ പോലും അവർ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവർ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിന് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലീസ് ആക്കി തരും കേട്ടോ. പിന്നെ അടുത്തായിട്ട് റീസെന്റ് നമ്മുടെ ഫേസ്ബുക്കിൽ, അതായത് നമ്മുടെ അക്കൗണ്ട് നമ്പർ നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ നോക്കുക, ഈ അക്കൗണ്ടിൽ എനിക്ക് വേണ്ട, അടുത്ത അക്കൗണ്ടിൽ ഞാൻ വേറൊരു അക്കൗണ്ട് എനിക്കുണ്ട്, ആ അക്കൗണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത് ഒരു 10 daysനുള്ളിൽ നമ്മുടെ പേയ്മെന്റിന്റെ ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പേയ്മെന്റ് ആ മാസം നമുക്ക് വരത്തില്ല. കാരണം ഒരു 10 days ഏറ്റവും കുറഞ്ഞ എടുക്കണം ഫേസ്ബുക്കിന്റെ പൈസയുടെ പ്രോസസ്സിംഗ് ഒക്കെ ഇങ്ങനെ നടക്കാൻ. കാരണം ഒരു 28 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് ആ ഏണിങ്സ് കിട്ടുന്നത്. അപ്പം അതായത് ഈ മാസത്തെ ഏണിങ്സ് കിട്ടുന്നത് നമുക്ക് അടുത്ത മാസമായിരിക്കും. അപ്പം ഈ മാസം 28 കഴിയുമ്പോൾ തന്നെ അവർ നമ്മുടെ പേയ്മെന്റ് അവർ മാറ്റാൻ തുടങ്ങും. പേയ്മെന്റ് മാറ്റി അവിടുന്ന് ഓരോരോ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരെ എത്തുന്നത്. അല്ല പെട്ടെന്ന് അവർ ഇങ്ങോട്ട് അയക്കുന്നു ഇങ്ങ് വരുമല്ല. ആ പ്രോസസ്സിങ് എല്ലാം കണ്ടിട്ട് ഒരു മാസം കഴിയുമ്പോഴാണല്ലോ നമ്മുടെ ഏണിങ്സ് ഇവിടെ എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇവിടെ എത്തുന്നത്. അപ്പം ഒരു 10 ദിവസത്തിന് മുന്നേ എങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്തെങ്കിൽ ആക്കണം. കാരണം അവർ 10 ദിവസത്തിന് മുന്നേ തന്നെ ഇങ്ങോട്ട് ഏണിങ്സ് അയക്കും. പിന്നെ നമ്മുടെ ഈ ബാങ്കിന്റെ, നമ്മുടെ കൺട്രിയുടേതായ എന്തെങ്കിലും റൂൾസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ പൈസ 10 ദിവസമൊക്കെ ലേറ്റ് ആവുന്നത്. അപ്പോൾ ആ 10 ദിവസത്തിനകം നമ്മൾ ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മണി അവർ ഹോൾഡ് ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ ആ പേയ്മെന്റ് നമുക്ക് കിട്ടുന്നത് ഒരു മാസം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും. കഴിഞ്ഞ മാസത്തെ ഈ മാസം കിട്ടേണ്ടതിന് പകരം നമ്മൾ ഈ മാസം നമ്മൾ ബാങ്കിന്റെ അക്കൗണ്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം നമുക്ക് വീണ്ടും ഈ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. പക്ഷെ ഈ അക്കൗണ്ടിൽ പറഞ്ഞേക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലെന്ന് പറയുന്നു. കോപ്പിറൈറ്റ് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. മീൻസ് ടാക്സ് ഇൻഫർമേഷൻ എല്ലാം കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഫെയില് എല്ലാം അതിന് ബാങ്കിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ
നമ്മളൊരു റിപ്പോർട്ട് ചെയ്യുക. അതായത് ഈ ഹോൾഡ് ചെയ്തേക്കുന്ന ആ പേയ്മെന്റ് എന്നുള്ള സെക്ഷനിൽ സ്ക്രീൻഷോട്ട് എടുക്കണം. ഒരു 2-3 സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തിട്ട് റിപ്പോർട്ട് പ്രോബ്ലമിൽ പോയി അതിനകത്ത് എന്താണ് പ്രോബ്ലം മീൻസ് ആ റിപ്പോർട്ട് പ്രോബ്ലമിൽ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ അല്ലെ പേയ്മെന്റിന്റെ കുറേ റീസൺസ് അവർ തന്നെ ഓപ്ഷണലായിട്ട് തരും. അപ്പം നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം പേയ്മെന്റ് എന്നുള്ള പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് അയക്കാം. ഇങ്ങനെ 3 മാസമായിട്ട് എൻ്റെ പേയ്മെന്റ് ഹോൾഡ് ആണ്, അറൗണ്ട് ഇത്രയും റവന്യൂ ഉണ്ട്, അത് എത്രയും പെട്ടെന്ന് റിലീസാക്കി തരാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് നിങ്ങൾ അതിനകത്ത് ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരത് പരിഗണിക്കുന്നതാണ് കേട്ടോ. ജെനുവിനായിട്ടുള്ള റിപ്പോർട്ടൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ പരിഗണിക്കുന്നതായിരിക്കുമേ. അടുത്തതായിട്ട് ഒത്തിരി സമയം ഇപ്പം തന്നെയായി. നേച്ചർ ലവ് ചോദിക്കുന്നത് ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് വീണ്ടും ഇട്ടാൽ കുഴപ്പമുണ്ടെന്ന്. ഒരു കുഴപ്പമില്ല. അതിന് എന്തെങ്കിലും കോപ്പിറൈറ്റ് ആയിട്ടാണ് നിങ്ങൾ ഡിലീറ്റ് ചെയ്തെങ്കിൽ അതിൻ്റെ കോപ്പിറൈറ്റ് എല്ലാം മാറ്റിയിട്ട് വേറെ ഒരു പേജിലും വീണ്ടും ഈ വീഡിയോ വന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ആ വീഡിയോ പോസ്റ്റ് ചെയ്യുക. അടുത്ത ചേച്ചി FB പ്രൊഫൈല് പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കിയത് എനിക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോ കിട്ടുന്നില്ല എന്ന് വിനു PC ചോദിക്കുന്നുണ്ട്. അത് ക്രിയേറ്റർ സ്റ്റുഡിയോ പ്രൊഫഷണൽ ബോർഡ് ആക്കിയതിനകത്ത് വരത്തില്ല കേട്ടോ. ഇതുവരെ അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. പ്രോപ്പർ പേജ് ആണെങ്കിൽ മാത്രമേ മറ്റേ ബിസിനസ് സ്യൂട്ടിനകത്ത് അത് വരത്തുള്ളൂ. ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ അല്ലാതെ കിട്ടത്തില്ലേ. അതുപോലെ ഇടയ്ക്ക് 1-2 റീച്ച് ആയ പോസ്റ്റുകൾ ഫേസ്ബുക്ക് സജസ്റ്റഡ് ദിസ് പോസ്റ്റ് ഫോർ യു എന്ന് ഹെഡിങ് കൂടെ പേജിൽ കാണിച്ചു. അതെന്താണെന്ന് വിശദീകരിക്കാമോ? അതായത് ഓരോ വീഡിയോകൾ വൈറലാകുന്നതാണ് കേട്ടോ. ഇപ്പം നിങ്ങളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്നും ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്തിട്ടില്ല, ഫോളോ ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്തതായിരിക്കും. പക്ഷേ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വീഡിയോ നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ആയിട്ടുള്ള കണ്ടന്റ് അതൊന്നും അല്ലെങ്കിൽ പോലും അത്രയ്ക്ക് വൈറലായതും അല്ലെങ്കിൽ ട്രെൻഡിങ് ആയതുമായിട്ടുള്ള കണ്ടന്റ് ഫേസ്ബുക്ക് നമുക്ക് തന്നെ സജസ്റ്റ് ചെയ്യും. പിന്നെ വീഡിയോ നിങ്ങൾക്ക് അതായത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നല്ല മില്യൺസ് വ്യൂ ഒക്കെ കാണുക അതിനകത്ത്. അത് ട്രെൻഡിങ് വീഡിയോസ് ആയിരിക്കും. അത് നമുക്ക് ഫേസ്ബുക്ക് തന്നെ സജസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അത് നല്ലൊരു സൈനാണ്. നമ്മുടെ വീഡിയോ അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ വൈറലായി എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അടുത്തായിട്ട് എൻ്റെ പേജിൽ ചേച്ചി പറഞ്ഞ പോലെ വ്യൂസ് വരുന്നത് 90% നോൺ ഫോളോവേഴ്സ് ആണ്. 10% ഒക്കെ ഉള്ളു ഫോളോവേഴ്സ്. അത് ഒരാളുടെ മാത്രമല്ല, എല്ലാ പേജുകൾക്കും അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ ഫോളോവേഴ്സ് ഒന്നും നമ്മുടെ വീഡിയോ കാണണമെന്നില്ല. എപ്പോഴെങ്കിലും അവർ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ അവരെ സ്ക്രോൾ ചെയ്ത് നമ്മുടെ വീഡിയോ കണ്ടാൽ അത് കാണണമെന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഫേസ്ബുക്ക് സജസ്റ്റ് ചെയ്ത് ഒരു ഫോളോവേഴ്സ് ഒന്നും അല്ലാത്തവരുടെ മുന്നിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കും. അങ്ങനെയുള്ള അതായത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മൾ തന്നെ ഫേസ്ബുക്കിൽ വീഡിയോ കണ്ടല്ലേ റീൽസ് കണ്ടിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ നോക്കാത്ത, നമ്മൾ ഫോളോ ചെയ്യാത്ത ആൾക്കാരുടെ ഒക്കെ വീഡിയോ നമുക്ക് കയറി വരുമല്ലോ. അങ്ങനെയുള്ളവരാണ് കൂടുതലും നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ കാണുന്നത്. ഞാനാണെങ്കിലും എപ്പോഴിങ്ങനെ കണ്ടുകഴിഞ്ഞാൽ എല്ലാവരെയും പോയി ഫോളോ ചെയ്യാൻ നമ്മൾ ഓർക്കത്ത് പോലില്ല. സ്ക്രോൾ ചെയ്ത് അടുത്ത വീഡിയോ കണ്ടോണ്ടിരിക്കാം. അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ഫേസ്ബുക്ക് പേജുള്ള എല്ലാവരുടെയും ഒരു 90% പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ 90% നമ്മുടെ നോൺ ഫോളോവേഴ്സ് ആയിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഫേസ്ബുക്കിന്റെ റെക്കമെൻഡേഷൻ സസ്പെൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂസ് കിട്ടാത്തത്. റെക്കമെൻഡേഷൻ സസ്പെൻഡ് ആയെങ്കിൽ പിന്നെ നമുക്ക് ഈ നോൺ ഫോളോവേഴ്സിനകത്തോട്ട് നമ്മുടെ വീഡിയോ ഇതുപോലെ സജഷനിൽ പോകത്തില്ല. അപ്പം അതാണ് അതിന്റെ റീസൺ കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ചോദിച്ചോളൂ. അറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ റിനി സുരേഷ് സൈനിങ് ഓഫ്. ബൈ.